നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. കടന്നു വന്ന ആമേൻ ഹല്ലേലൂയ. പലവിധങ്ങളായ പ്രതികൂല സാഹചര്യങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ആമേൻ ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അല്പസമയം നീക്കിവെച്ച് ആമേൻ ഹല്ലേലൂയ ഒരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ എല്ലാവരെയും കർത്താവ് ആമേൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതിയ ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുക, ആശംസിക്കുക ചെയ്യുന്നു. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ. 103 സങ്കീർത്തനം ഇങ്ങനെയാ പറയുന്നത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഹല്ലേലൂയ ഈ ആമേൻ തുടർന്ന് വരുന്ന 1 മണിക്കൂർ സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. ഏകാഗ്രതയോടെ ആമേൻ ഹല്ലേലൂയ ഉറക്കച്ചടവെല്ലാം മാറ്റി ആമേൻ ഹല്ലേലൂയ ഭയഭക്തിയോടെ ബഹുമാനത്തോടെ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഹല്ലേലൂയ കർത്താവിന് നമുക്ക് നന്ദി പറയാനുള്ള ആമേൻ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിപ്പാനുള്ള ആരാധിപ്പാനുള്ള സമയമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ സമയം വൃഥാവാക്കി കളയാതെ സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ആമേൻ അടിയങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. തുടർന്ന് ആമേൻ പ്രഭാതത്തില് ആമേൻ പ്രഭാത ഗീതങ്ങളൊക്കെ സ്തുതി ഗീതങ്ങളൊക്കെ പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ആമേൻ ഹല്ലേലൂയ. പാട്ട് പാടി ആമേൻ ഹല്ലേലൂയ ഈ സെഷൻ ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിന്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവരുടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന നാം ഒരുമിച്ച് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വർഗീയ പിതാ ഓ ധന്യവാൻ ഓ തേരി സ്തുതി ആരാധന സ്വർഗീയ പിതാ. പ്രാർത്ഥന ധ്വനി പ്രഭാത പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹേ സ്വർഗീയ പിതാ हो धन्यवान हो तेरी स्तुति आराधना हे स्वर्गीय पिता हो धन्यवान हो तेरी स्तुति आराधना कर्तसमर्पण आत्मावो जीवन तेरी आराधना में तन मन धन कर्तसमर्पण आत्मावो जीव तेरी आराधना में तन मन धन पवित्र आत्मा हो धन्यवान हो तेरी स्तुति आराधना कर्तसमर्पण आत्मावो जीवन तेरी आराधना में तन मन धन कर्तसमर्पण आत्मावो जीवे तेरी आराधना में तन मन तन യേശുവേ നാഥ അങ്ങ്
സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസവും നിൻ മുൻപിലാണേച്ച് കുമ്പിടുന്നു ജീവനുമെൻ്റെ സർവസവും നിൻ മുൻപിലാണേച്ച് കുമ്പിടുന്നു പാവനാത്മാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസവും നിൻ മുൻപിലാണേച്ച് കുമ്പിടുന്നു ജീവനുമെൻ്റെ സർവസവും നിൻ മുമ്പിലാണേച്ച് കുമ്പിടുന്നു ജീവനുമെൻ്റെ സർവസവും നിൻ മുമ്പിലാണേച്ച് കുമ്പിടുന്നു. നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നെ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നെ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുസ്വരമനുസരിച്ചാം നമുക്കൊരുക്കിയിടും അവനധികം കൃപയാരുളിടുമേ ബലമണിക്കുമേ കൃപയാരുളിടുമേ ബലമണിക്കുമേ മറമധുരമായി മാറ്റിടുമേ മറമധുരമായി മാറ്റിടുമേ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോക വെളിച്ചമായി അവനണയും രോഗികളായിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ
അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടുമാനുദിനവും, നമ്മെ നിറച്ചിടുമാനുദിനവും. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. കണ്ണു നിത്താഴ്വരകിൽ ജീവജലനദി ആക്കുമവൻ, ലോകത്തിൻ ചങ്ങലകിൽ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയാതിൽ മോക്ഷമാർഗമാതിൽ, സിയോൻ യാത്രയാതിൽ മോക്ഷമാർഗമാതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ, സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ഓ യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നന്ദിയോടെ എല്ലാവരും സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ദേവദാസനെ കർത്താവ് സഹായിച്ചല്ലോ. വീണ്ടും ഹല്ലേലൂയ, സ്തോത്രം. കൂടുതൽ കൃപയോടെ ആമേൻ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ ശുശ്രൂഷയിൽ അത്യന്തം ഹല്ലേലൂയ വർദ്ധിച്ചു വളരുവാൻ ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. സകലവിധമായ ആമേൻ സ്തുർഗ്യമായ ഹല്ലേലൂയ സ്തോത്രം കൃപകളും കൃപാവരങ്ങളാലും കർത്താവ് പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൽസനായി പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവദാസനെ കർത്താവ് ശക്തമായി ആമേൻ ഹല്ലേലൂയ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ 96-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആമേൻ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ, ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. ഹല്ലേലൂയ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട്, ഒരു പുത്തൻ കൃപയിൽ ആമേൻ ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ പാടുന്ന ഒരുപക്ഷെ പാടുന്ന പാട്ടുകൾ പല പ്രാവശ്യം പാടുന്ന പാട്ടുകളായിരിക്കും, എന്നാലും ആമേൻ ഹല്ലേലൂയ ഓരോ നാളും ഹല്ലേലൂയ ഓരോ പുത്തൻ കൃപയിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കേണ്ടത് ദൈവമക്കളുടെ ആമേൻ ഹല്ലേലൂയ കടമയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദേവദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. വീണ്ടും ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ ശക്തമായി ദാസനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കുടുംബമായി ആമേൻ ദൈവരാജ്യത്തെ കെട്ടുപണിക്കായി ധാരാളമായി ഉപയോഗിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ആമേൻ ഹല്ലേലൂയ നമുക്ക് സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹല്ലേലൂയ തലകളെ വണക്കാം. നമുക്ക് ഹല്ലേലൂയ അതിനായി ഒരുങ്ങാം. ആമേൻ സ്തോത്രം. തുടർന്നുള്ള സെക്ഷൻ ലിജോ ആമേൻ ഹല്ലേലൂയ ലീഡ് ചെയ്യുന്നതായിരിക്കും. ആമേൻ സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ലിജോയ്ക്ക് മൈക്ക് കൈമാറുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീയമായ പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെ പാദപീഠത്തിലായിരിക്കാൻ പ്രാർത്ഥനാ ധ്വനി കൂട്ടായ്മയുടെ 536-ാമത്തെ ദിവസം ആ പൊന്മുഖത്തേക്ക് വീണ്ടും നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി വിലയേറിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അനേകർക്ക് കിട്ടാത്തൊരു ഭാഗ്യം
ആമേൻ. കർത്താവ് നമുക്ക് നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഈ ഭാഗ്യം ആമേൻ സ്തോത്രം മനസ്സമായി കാണാതെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഒന്നുകൂടെ വിശ്വസ്തയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പ്രാർത്ഥന 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 എന്നുള്ള ആ ഒരു ഹല്ലേലൂയ സ്തോത്രം ആമേൻ ചിന്തയോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ അടിയങ്ങൾക്ക് കുടുംബമായി ഒരുക്കി തന്നതിന് ആദ്യമായി ഹല്ലേലൂയ സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ആമേൻ അടിയങ്ങൾ നന്ദിയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ആമേൻ എളുപ്പത്തിൽ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ പറഞ്ഞ് ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദ്യമായി ഹല്ലേലൂയ പ്രാർത്ഥനാ ധ്വനി കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ആമേൻ 150ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം ഏറ്റവും അനുഗ്രഹമായി വിശ്വസ്തയോടെ ആയിരിക്കാൻ അതിന്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന ആമേൻ ഓരോ ദേവദാസന്മാർ, കോർഡിനേറ്റേഴ്സ്, പ്രാർത്ഥനാ സഹകാരികൾ, ആമേൻ സ്തോത്രം ചെയർമാൻ, എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾ അവർ യാത്ര ചെയ്യുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം എല്ലാം ഓർത്ത് ഈ വിഷയത്തിനായി ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹം മനോഹരമേറിയ നല്ലൊരു പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്ന യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ദയ കാണിച്ച കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം. ഇത്രത്തോളം മനോഹരമായി ഇത്രത്തോളം അനുഗ്രഹമായി കൊണ്ടുപോകുവാൻ എന്റെ കർത്താവ് സഹായിക്കുന്നത് ഓർത്തു സ്തോത്ര അപ്പച്ച. സ്തോത്ര കർത്താവ്. യേശുവിന്റെ അത്ഭുതകരം പിന്നെയും അനേക രാജ്യങ്ങളിൽ എത്തപ്പെടുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ. അനേകർ ആത്മരക്ഷ കണ്ടെത്തുവാൻ ഞങ്ങളുടെ പ്രേയർ ഹല്ലേലൂയ കർത്താവെ സഹായിക്കുമാറാകണമേ. അപ്പാ ദൈവമേ ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ഇരുട്ടിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനം വലിയൊരു വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനി ഇടയാക്കുമാറാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം, സ്തോത്രം. അവരെ ദൈവം കാത്തു പരിപാലിക്കുന്ന അവരായിരിക്കുന്ന ഇടങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അപ്പാ കർത്താവേ, ഞങ്ങളുടെ അഭിഷിക്ത ദാസൻ മനസ്സംഭാഷക്കായി കുടുംബത്തിനായി സ്തോത്രനാഥ. അവിടെ നിന്ന് കൂടെ ഇരിക്കണം, ബലപ്പെടുത്തുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തമ്പുരാന്റെ കരുണയും കാവലും കൂടെ ഇരിക്കുമാറാകണമേ. ചൂടിന്റെ ആധിക്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിലുണ്ടപ്പാ. അതെല്ലാം വിടുവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ അവിടെ നിന്ന് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ദേഹം ദേഹി ആത്മാവ് ബലപ്പെടുത്തണം കർത്താവേ. സ്തോത്രപ്പാ. നന്ദിയോട് സ്തോത്രം. ദാസന്റെ യാത്രകളിലെല്ലാം അൻകാവലായി കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവേ, കർത്താവേ വിശുദ്ധദാസിക്കായി സ്തോത്രം. മകളെ ബലപ്പെടുത്തപ്പാ. ശക്തീകരിക്കണേ അപ്പച്ച. കരണങ്ങളിൽ വഹിക്കണേ. ഇതുവരെയും ദൈവം നടത്തിയ ദൈവം ഇനിയും പൂർണ്ണമായ ആരോഗ്യം കൊടുത്ത് ബലം കൊടുത്ത് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇരുവരെയും അപ്പച്ചന്റെ പൊന്നുപാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ അവരെ മറച്ചുകൊണ്ടേപ്പാ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഇവിടെ വിദ്യാഭ്യാസം ഭാവിയൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ. കർത്താവേ ഹല്ലേലൂയ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ സഹായിക്കണേ അപ്പാ. മറ്റെല്ലാ കോർഡിനേറ്റേഴ്സിനായി സ്തോത്രം, ചാപ്റ്റേഴ്സിനായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പൊന്നുതമ്പുരാന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആമേൻ. നോർത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നോർത്തിലുള്ള എല്ലാ ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും അനേകർ അവിടെ ഹല്ലേലൂയ ഭാരത്തോടെ പ്രയാസത്തോടെ പീഡനങ്ങളോടൊക്കെയും ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ ജയിലിൽ കിടക്കുന്ന ദേവദാസന്മാർ, കുടുംബം, ഹല്ലേലൂയ വിശ്വാസികൾ, അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ അധികാരികളുടെ ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കാരണം കൂടാതെ പീഡിപ്പിക്കപ്പെടുന്ന അനേകരുണ്ടപ്പാ. ആമേൻ സ്തോത്രം. ഈ വിഷയങ്ങളെ എല്ലാം ഓർക്കാം. ഹല്ലേലൂയ സ്തോത്ര. അവിടെ അനേകം ആലയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അടിഞ്ഞു കിടക്കുന്നു. ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്വന്തം ഭവനങ്ങളിൽ പോലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഭയത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നു. ആമേൻ സ്തോത്ര. ആ ഒരു ഫീലിംഗ് ആമേൻ ഞങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്ര. ആ ഒരു വിഷമങ്ങളൊക്കെ മാറി
ആമേൻ സ്വാതന്ത്ര്യത്തോടെ എന്റെ അപ്പനെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ സ്തോത്രം. നോർത്തിന്റെ ദേശത്ത് ആമേൻ ഓരോ സംസ്ഥാനങ്ങളെ ഓർക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ആമേൻ അവിടെ വെളിപ്പെടണം. ഒപ്പം അവിടെയുള്ള ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ വിശ്വസ്തന്മാരെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രി കാലവടിയങ്ങളെ ഭദ്രമായി കാത്തു സൂക്ഷിച്ചു. വീണ്ടും ഒരു പ്രഭാതം കൂടെ കണ്ടു ഉണരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, പേര് പറയപ്പെട്ട വിഷയം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന്റെ മേനോർത്തിന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരങ്ങൾ കുഞ്ഞുങ്ങളൊക്കെയും അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടെയുള്ള പ്രവർത്തനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവേ. അനേക ദേവദാസന്മാര് ജയിലറകളിലും മറ്റുമായി കഴിയുന്നവരുണ്ട്. അനേക ഭവനങ്ങളിൽ സമാധാനമില്ലാതെ സ്വസ്ഥമില്ലാതെ കഴിയുന്നവരുണ്ട്. ദൈവമേ, ആലയങ്ങളൊക്കെ ഉടനെ കിടക്കുന്ന അവസ്ഥ അവിടുന്ന് കാണുന്നല്ലോ. എൻ്റെ ദൈവം അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ നൽകണേ. അധികാരികളോട് അവിടുന്ന് ഇടപെടണമേ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോർത്തിന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോർത്തിന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, എല്ലാ സംസ്ഥാനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ദൈവമേ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. നോർത്ത് ഇന്ത്യ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. സലേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമേരിക്കൻ ഐക്യനാടുകൾ, ആമേൻ സ്തോത്രം. അറബ് കൺട്രികൾ, ഹല്ലേലൂയ, സ്തോത്രം. ആ രാജ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടേക്കെയും ആമേൻ കർത്താവിന്റെ ഹല്ലേലൂയ നാമം ശക്തമായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉയരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ, യുദ്ധഭീഷണികൾ ആമേൻ എല്ലാം കംപ്ലീറ്റ് ആയി പൂർണ്ണമായി നിർത്തൽ ചെയ്യുവാൻ ആമേൻ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ദൈവസഭകൾ ആമേൻ സ്തോത്രം. അനേകര് ഹല്ലേലൂയ രഹസ്യത്തിലും ഒക്കെയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ എല്ലാം ഓർക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി ആമേൻ സഭകളൊക്കെ ഒരുങ്ങുവാൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ലേഡിയന്റെ ആശയക്കുടുംബമായിട്ട് അനുഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട അഭിഷുക്തന്മാരോടൊത്ത് ഈ മക്കളോടൊത്ത് രാവിലെ സമയം പാതത്തിലേക്ക് കടന്നു വരുവാൻ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ, എന്നെ വാഴ്ത്തുന്നു. ദൈവമേ, സ്തോത്രം. നമ്മളെ പറയപ്പെട്ട വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന അമേരിക്കയിലേക്ക് കൺട്രികളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, പ്രാർത്ഥന തുടരണം. ദൈവമേ, സ്തോത്രം. അനുഗ്രഹമാക്കണത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. ഡൈക്യതയോടെ ദൈവമേ, നാദബുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പോകുമ്പോൾ എന്നെല്ലാം വിടേക്ക് മാറുന്നുണ്ട്. കൺട്രീസിനൊക്കെ വിടേക്കുമ്പോഴത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭകളൊക്കെ ഐക്യതപ്പെട്ട് മുന്നേറുവാൻ ദേവസായില്ല ഭിന്നാഭിപ്രായങ്ങളിൽ നിന്ന് സഭകളിൽ ഉണ്ടാവണം. വരുമാനപ്പെട്ട ജനം പ്രാർത്ഥിച്ച് വിടലേറ്റെടുക്കുവാൻ ദേവസഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നവരുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ദേവസ്വാതന്ത്ര്യത്തോടെ എന്നെ ആരാധിപ്പാൻ തക്ക ദൈവം കൃപയായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് വിട്ടുപോയ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് എല്ലാവരുടെയും കൂടെ ഇരിക്കുന്ന പൽക്കാലം മുഴുവൻ എന്റെ സാന്നിധ്യം വരെ ഞങ്ങളെ എല്ലാവരെയും മാറിക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുവാൻ ഓടിക്കുന്ന മക്കളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥനകളെല്ലാം പിടിച്ചുകൊള്ളണം. പ്രാർത്ഥിങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. കടന്നു നിരക്കുന്ന ദൈവങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി തന്നിരിക്കുക. സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, 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 സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ ഓർക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പലരും പലയിടത്തായിരിക്കുന്നവർ, കൂടെയുള്ളവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആമേൻ. അവർ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തന്മാരായി തീരുവാൻ ആമേൻ ഹല്ലേലൂയ അവരുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുവാൻ
ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ അങ്ങനെ ഒരു വാഞ്ച അവരുടെ ഹൃദയത്തിൽ കൊടുക്കുവാൻ. ആമേൻ സ്തോത്രം. വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആമേൻ ദൈവകൃപ അതിശക്തമായി പ്രാപിക്കുവാൻ ലോകത്തിൽ നേടുന്നവരായിട്ടല്ല, അവർ സ്വർഗത്തിലെ ഹല്ലേലൂയ സ്വർഗീയ രാജ്യത്തിലെ ആമേൻ കൂട്ടവകാശികളായി ശക്തന്മാരായി തീരുവാൻ ആമേൻ നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെക്കാൾ ശക്തരായി ഹല്ലേലൂയ സ്തോത്രം മാതാപിതാക്കളെക്കാൾ ശക്തരായി അവർ വളരുവാൻ ആമേൻ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ വേണ്ടി നമുക്ക് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ആമേൻ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, ആമേൻ പഠന കാര്യങ്ങളിൽ ലോണോ അങ്ങനെ എടുത്ത കാര്യങ്ങളിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുണ്ട്. ഈ 3 വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം മുഴുവനും കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടെ സ്തുതിച്ചതിനാലെ സ്തോത്രം. ഈ പ്രഭാതം ഒന്നുകൂടെ കാണുവാൻ, എൻ്റെ പ്രാണപ്രിയനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ കർത്താവ് വലിയൊരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനാലും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. പ്രിയ കർത്തദാസി പറഞ്ഞതായ വിഷയങ്ങളെല്ലാം അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ തലമുറകളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ഞങ്ങളുടെ തലമുറകൾ ഏത് ദേശത്തായാലും ഏത് ഭവനങ്ങളിലായാലും കർത്താവേ, ലോകമോഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ എൻ്റെ പ്രാണപ്രിയ എൻ്റെ പൊന്നുമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോ കാഴ്ചകൂടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ തക്കോണം എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമേ കർത്താവ്. ഇന്ന് തലമുറകളെ ചൊല്ലി കർത്താവ് അനേക മാതാപിതാക്കൾ കണ്ണുനീരിലും നെടിവീർപ്പിലും ആയിരിക്കുമ്പോൾ പിതാവേ, ഞങ്ങളുടെ തലമുറകൾ ഒരെണ്ണം പോലും കർത്താവിന്റെ സന്നിധി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ എൻ്റെ ദൈവത്തിന് വളരെ പ്രചോദനമുള്ള കുഞ്ഞുങ്ങളായി, ദൈവത്തിൽ പ്രത്യാശയുള്ള കുഞ്ഞുങ്ങളായി തന്നെ നിലനിൽപ്പാൻ എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ യവനക്കാര് കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ അല്ലേലെ കുഞ്ഞുങ്ങളെ യവനത്തെ ദുഷ്ടൻ തുച്ഛീകരിപ്പാതെ വണ്ണം എൻ്റെ കർത്താവ് കുഞ്ഞുങ്ങളെ ഇടങ്ങളായി സൂക്ഷിക്കണമേ കർത്താവേ. അപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഏത് ദേശത്തായാലും അപ്പന്റെ കൃപയും കരുതലും അവരോടുകൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവെ എത്രയും വേഗം കർത്താവ് ഉപജീവനമാർഗത്തിനുള്ള വഴി കർത്താവ് ഒരുക്കി കൊടുക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നിനാലും ഭാരപ്പെടുവാൻ ഇടയാക്കരുത് കർത്താവെ. അവരായിരിക്കുന്ന മേഖലകൾ കർത്താവിന്റെ കൃപയും കരുതലും അവരോടുകൂടി ഇരിക്കും മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹ പ്രായത്തിലായിരിക്കുന്ന തലമുറകളുണ്ട് കർത്താവേ. തക്ക സമയത്ത് എൻ്റെ കർത്താവ് അവർക്ക് നല്ല തുണകളെ കർത്താവ് ഒരുക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമാറാകണമേ കർത്താവേ. പഠിക്കാനായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസം നല്ല ഭാവിയൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലേ പഠിക്കാൻ വേണ്ടി ലോൺ എടുത്ത് ഭാരത്തോടൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. അവരുടെ കടബാധ്യതയിൽ നിന്നൊക്കെ കർത്താവ് പൂർണ്ണമായി അവരെ വിടുവിക്കുമാറാകണയപ്പ. ഇങ്ങനാലും ഭാരപ്പെടുവാൻ ഇടയാക്കരുത് കർത്താവേ. ദൈവകൃപയെ പൊതിയണമേ കർത്താവേ. പത്യോപദേശത്തിൽ വളർത്തുവാൻ മാതാപിതാക്കളെയും കർത്താവ് ഇവിടുന്ന് ബലപ്പെടുത്തണമേ. അല്ലേ സഹായിക്കുമാറാകണേ അപ്പ. ഒരു ദേശത്ത് മാതൃയോടെ തന്നെ നിലനിൽപ്പാൻ സഹായിക്കണം. സഭയ്ക്ക് നല്ലവരായി, ഭവനത്തിന് നല്ലവരായി, മാതാപിതാക്കളെ അനുസരണമുള്ള തലമുറകളായി വളരുവായി എന്റെ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ കർത്തദാസി പറഞ്ഞതായ എല്ലാ വിഷയങ്ങളെയും അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സകലതും അപ്പന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് വരവിനാ ഒരുക്കണ സകലതും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. പ്രത്യേകിച്ച് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എളുപ്പം പറയണമേ. ആന്റി പ്രൈസ് ലോർഡ്. ഇന്ന് രാവിലെയാണ് ജസ്റ്റക്കുട്ടന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന തിയറിയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാം. വേറെ ആർക്കെങ്കിലും? ആന്റി പ്രൈസ് ലോർഡ്. ഷൈനിയാണ് കട്ടപ്പനയിൽ കൊച്ചിന് തലവേദനയായിട്ട് വളരെ ഭാരപ്പെടുന്നു. ഇന്ന് ചർച്ചിലോട്ട് പോകേണ്ടതായിരുന്നു. ഇന്നലെ രാത്രി പിന്നെ ആശുപത്രി കൊണ്ടുപോയി. അലോഷയ്ക്ക് അലോഷ. വേറെ
പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹസ്ബൻഡിന് ആസിഡിറ്റിയുടെ രോഗമുണ്ട്. എൻഡോസ്കോപ്പിയും ചെയ്യാതെ ഫർദർ ട്രീറ്റ്മെന്റിനും കൂടെ പൂർണ്ണ വിടുതൽ ദൈവം കൊടുക്കേണ്ടതിന് വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണമെന്ന് പിന്നെയും ആവശ്യപ്പെടുന്നു. വേറെ വിഷയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല പ്രഭാതത്തിനായി വീണ്ടും നന്ദിയോടെ സ്തോത്രം. ആമേൻ. ആ പൊന്മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരു സാവകാശം ഒരുക്കിയല്ലോ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി, വീണ്ടും കർത്താവ് ഞങ്ങളെ ആമേൻ ഉറങ്ങാതെ തട്ടി ഉണർത്തിയ ഹല്ലേലൂയ തക്ക സമയത്ത് എഴുന്നേൽപ്പിച്ച അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ പാദപീഠത്തിൽ ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചല്ലോ. ആമേൻ. കർത്താവെ, തന്റെ ദാസിമാർ പറഞ്ഞ വിഷയത്തിന്റെ മേൽ സ്വർഗമേ അവിടുന്ന് ശ്രദ്ധ വെച്ചു കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകുന്ന സ്വർഗീയ അപ്പ, ഹല്ലേലൂയ. ആമേൻ. ആ പൊന്നുകരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തുന്ന പിതാവേ, സ്തോത്ര. ജെനി സിസ്റ്റർ പറഞ്ഞ വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ, പൈതലിന്റെ ജസ്റ്റിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഡ്രൈവിംഗിന്റെ ദിവസമാണല്ലോ കർത്താവിന്റെ അത്ഭുതകരം. ആമേൻ. സ്തോത്ര. എക്സാം നന്നായി എഴുതുവാൻ, നന്നായി അറ്റൻഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനത്താൽ പൈതലിനെ നിറയ്ക്കുമാറാക്കണം. ആമേൻ. സ്വർഗീയ ജ്ഞാനത്താൽ അവര് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്റെ ദൈവത്താൽ സാധ്യമായി എന്ന് പറയുവാൻ ആമേൻ അപ്പ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദാസിയെ അനുഗ്രഹിക്കട്ടെ കർത്താവേ, സ്തോത്ര. ആമേൻ. കർത്താവേ, ഷൈൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിന്റെ ഹല്ലേലൂയ തലവേദന ആമേൻ കർത്താവ് പരിപൂർണ സൗഖ്യം പ്രഭാതത്തിൽ അയക്കുമാറാക്കണമേ. അപ്പാ പിതാവേ, അവിടുന്ന് തൊട്ടാൽ സൗഖ്യമാണ്. ആമേൻ. സ്തോത്രം, 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 സ്തോത്ര. അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തുന്ന പിതാവേ, ആമേൻ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന പരിപൂർണ സൗഖ്യം അവിടുന്ന് അയക്കുമാറാക്കണമേ. എല്ലാ ക്ഷീണങ്ങളും അവിടുന്ന് എടുത്തു മാറ്റുമാറാക്കണമേ. അപ്പാ പിതാവേ, വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസിയുടെ കണ്ണുനീർ അവിടുന്ന് കാണണമേ. ആമേൻ. കർത്താവേ, സ്തോത്രം. അവിടുന്ന് തുരുത്തിയിൽ ശേഖരിച്ച് കർത്താവ് തക്ക സമയത്ത് വിടുതൽ അയക്കുന്ന ദൈവമാകിയാൽ സ്തോത്ര. പ്രിയ ഹസ്ബൻഡ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വിടുതൽ അവിടുന്ന് അയക്കുമാറാക്കണം. ആമേൻ. അങ്ങ് തൊട്ടാൽ സൗഖ്യ, അങ്ങേ തൊട്ടവർ സൗഖ്യമായി. അപ്പാ പിതാവേ, സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സ്തോത്രം, സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കണമേ. ഒരത്ഭുത സൗഖ്യ ആമേൻ. ദാസിന് വേണ്ടി കർത്താവ് പരിമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ അവിടുന്ന് കൃപ ചെയ്യുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, വീണ്ടും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്ര. ആമേൻ. ആ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തീർന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അങ്ങയുടെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി നീർന്നവരുണ്ട് കർത്താവേ, സ്തോത്ര. ശാരീരികമായി ഭാരത്തോടെ ആയിരിക്കുന്നവർ ആമേൻ. സമാധാനമില്ലാത്തവരുണ്ടപ്പാ. നിന്റെ കരം ഹല്ലേലൂയ നീട്ടുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു അനേകർക്ക് വേണ്ടി, ആമേൻ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പാ. അപ്പാ പിതാവേ, ഹല്ലേലൂയ ആമേൻ. കർത്താവ് വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ. ക്യാൻസറിനാൽ ഭാരത്തോടെ ആയിരിക്കുന്നവർ ആമേൻ. സ്തോത്രം, സ്തോത്ര. ശാരീരികമായ ക്ഷീണത്തോടെ ആമേൻ. പ്രഷറിന്റെ അസുഖങ്ങൾ, ഷുഗറിന്റെ അസുഖങ്ങൾ, കർത്താവെ, അസ്ഥിമജ്ജകൾ, ആമേൻ. കാലുകളുടെ വേദന, നീര്, ഹല്ലേലൂയ എല്ലാം കർത്താവ് സൗഖ്യമാക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശിഷ്യാൽ ഗുജറാത്തിലുള്ള ദൈവദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ ആമേൻ. എബ്രഹാം ജേക്കബ് പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്പെയിനാൽ ഭാരത്തോടെ ആയിരിക്കുന്നു. അപ്പാ അങ്ങയുടെ അടിപ്പടരാൽ സൗഖ്യമുണ്ടല്ലോ. ആ മുറിഞ്ഞ കരം തൊട്ട് ഒരത്ഭുത സൗഖ്യം പകൽക്കാലം അവിടെ നയിക്കുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ താഴ്ത്തുന്നപ്പാ ആ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ വീണ്ടും മറയ്ക്കണം. സ്തോത്രം, സ്തോത്ര. അനേകം വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ടപ്പാ. വീണ്ടും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. അവിടെ ഞങ്ങളെ ഹല്ലേലൂയ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഉള്ളുകളെ അറിയുന്ന ദൈവം ആമേൻ. ആ പിതാവിന്റെ പാദപീഠത്തിലാണ് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രത്തോടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിങ്ങളുടെ തലയിൽ ഒരു മുടി കൊഴിയണമെങ്കിൽ അത് ഉന്നതൻ അറിഞ്ഞേ സാധ്യമാവുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. പൊന്നുകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ അടിയങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിൽ താഴ്ത്തുന്നപ്പാ. അല്പസമയം ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. തിരുക്കരങ്ങളിൽ വഹിക്കണം
ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളെ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ ആയിരിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, അനേകം വിഷയങ്ങൾക്ക് വേണ്ടി മല്ലുപിടിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവമേ സഹായിക്കണമേ. കൃപ കൃപ കൃപ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വിരമിക്കുന്നു. ആമേൻ. താങ്ക് യു സിസ്റ്റർ ലിജോ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനാ സഹകാരികളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയത്തിനെല്ലാം കർത്താവ് വലിയ ശക്തമായ വലിയ അത്ഭുതങ്ങൾ, വലിയ മറുപടികൾ തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞങ്ങൾക്കും കുടുംബമായി ഇന്ന് പകൽക്കാലം ആമേൻ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. അവരോടുള്ള നന്ദിയെ ഹല്ലേലൂയ ഞങ്ങൾ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് അല്പസമയം ദൈവജനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. വലിയൊരു പാട്ടിന്റെ ശീലം ഇങ്ങനെയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര സൗഭാഗ്യം ഇച്ഛിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇച്ഛിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ. ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ കർത്താവ് ആശ്വാസത്തിന്റെ ഉറവിടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം ആശ്വാസത്തിനായി ഓടിയണഞ്ഞിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ഈ പ്രഭാതത്തിൽ വെറുങ്കയോടെ പറഞ്ഞയക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ സന്നിധിയിൽ വിശ്വാസത്തോടെ ആശ്വാസത്തിനായി വന്നവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആമേൻ ഒരു വചനം ഭാവം വായിക്കാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം എങ്ങനെയാ വായിക്കുന്നത്? അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് ഇതാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം 5, 6, 7 അധ്യായങ്ങളിൽ ആമേൻ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠകരമായ ആമേൻ ഹല്ലേലൂയ മലയിലെ പ്രസംഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ കർത്താവ് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യം പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞ 8-1 മുതൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവനെ സൗഖ്യമാക്കി നമുക്ക് കാണാം. തുറന്ന് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവെ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചു കിടക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിശ്വാസം കണ്ട് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആ ബാല്യക്കാരനെ സൗഖ്യമാക്കുന്ന നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ട് ആമേൻ ഹല്ലേലൂയ അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വൈകുന്നേരമായപ്പോൾ
പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. ആമേൻ. ഒരാളെ പോലും വെറുതെ നിരാശയോടെ പറഞ്ഞു വിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അടുത്ത് ആരെല്ലാം വന്നോ, സ്തോത്രം, ഹല്ലേലൂയ, അവരെ മുഴുവനും സൗഖ്യമാക്കി എന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നാണ് ഹല്ലേലൂയ, സ്തോത്രം, യെശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം, മത്തായി സുവിശേഷകൻ കോട്ട് ചെയ്തിരിക്കുന്നത്. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, ആമേൻ, വ്യാധികളെ ചുമന്ന് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ നമ്മളിവിടെ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചെയ്തതായ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് തുടർന്ന് വായിക്കാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഹല്ലേലൂയ ഒത്തിരിയുണ്ട്. നമ്മൾ അതെല്ലാം വിവരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എന്നാൽ കർത്താവിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആവശ്യഭാരത്തോടെ വന്നവരാരും നിരാശരായി പോയിട്ടില്ല എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്നും കൂടെ ഹല്ലേലൂയ, സ്തോത്രം, ഓർക്കുകയും ഹൃദയത്തിൽ ഉറപ്പിക്കുകയും അത് നമ്മുടെ ധ്യാനമായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ വെറുങ്കയോടെ അയക്കുന്ന ദൈവമല്ല, അവനെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഹല്ലേലൂയ, സ്തോത്രം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം, അത് ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊള്ളണം ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കുടുംബത്തിൽ അത് ഘോഷിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. പിശാച് ചെവിയിൽ പലതും പറയും. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്നും നമ്മൾ കേൾക്കാൻ നിൽക്കേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർമാർ പലതും പറഞ്ഞേക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പലതും പറഞ്ഞേക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരായിരിക്കുന്നവർ മറ്റുള്ളവരൊക്കെ പലതും പറഞ്ഞേക്കാം. സ്തോത്രം. അതൊക്കെ ഹല്ലേലൂയ ഒരുപക്ഷെ ഹല്ലേലൂയ അവരുടെ പഠനത്തിൽ നിന്നും അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ അറിവിൽ നിന്നൊക്കെ ഉള്ളതായ കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എനിക്കൊരു ഹല്ലേലൂയ അപ്പനുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മറവിടമായവൻ, എന്റെ സങ്കേതമായവൻ, എന്റെ കോട്ടയായവൻ, എന്റെ പരിചയായവൻ, എന്റെ ഗോപുരമായവൻ, എന്റെ ദൈവമായവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ദീർഘായുസ് നൽകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. വാഗ്ദത്തങ്ങളുടെ ഉറവിടമായവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, സ്തോത്രം, ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരിക്കലും നമ്മുടെ കണ്ണ് നനയുവാൻ ഇടയായി തീരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെട്ടു പോവാൻ ഇടയായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഏത് പഴകിയ അസുഖമാകട്ടെ, ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം. നമുക്ക് കർത്താവിന്റെ വചനമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ മലയിലെ പ്രസംഗം കഴിഞ്ഞ് കർത്താവ് താഴേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം ഹല്ലേലൂയ, സ്തോത്രം, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. ഗദരദേശത്ത് പോകുന്നു, ഭൂതഗ്രസ്തരെ ഹല്ലേലൂയ ക്രിസ്തനെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്കറിയാം. ഒരുപാട് ഹല്ലേലൂയ കാനായിലെ കല്യാണം, അവിടെ ഹല്ലേലൂയ വെള്ളം വീഞ്ഞാക്കുന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികളെ കർത്താവിനെ ഏൽക്കുന്നു, അവരെ സൗഖ്യമാക്കി. ഇതെല്ലാം നമുക്ക് വചനത്തിൽ ഹല്ലേലൂയ എത്രയോ ആ കാര്യങ്ങൾ കിടക്കുകയാണ്. കർത്താവ് ഇങ്ങനെ ഹല്ലേലൂയ ആക്കിയതായ വിഷയങ്ങൾ. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയങ്ങൾ. ഹല്ലേലൂയ. നാനാരോഗികൾ. നാനാരോഗികൾ കർത്താവിന്റെ അടുക്കലേക്ക് വന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിന്റെ ഡോക്ടർ അല്ല കർത്താവ്. ഹല്ലേലൂയ. അവൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യനല്ല, അവൻ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോട്, അബ്രഹാമേ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എന്തിനു ഭാരപ്പെടുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നാൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം. ഹല്ലേലൂയ, സ്തോത്രം, ഇതൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, ഈ അത്ഭുതങ്ങൾ ഹല്ലേലൂയ, ഈ രോഗസൗഖ്യം എല്ലാം കർത്താവ് കൊടുക്കുമ്പോൾ സ്തോത്രം, അല്ലേ, നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ മതി. കർത്താവ് ഒന്ന് നോക്കിയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. എത്ര അകലെ ഇരിക്കുന്ന രോഗി ആയിക്കൊള്ളട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. അവന് സൗഖ്യമാണ്. ഹല്ലേലൂയ. അവന് വിടുതലാണ്. സ്തോത്രം. ഹല്ലേലൂയ.
അപ്പൊ ഹല്ലേലൂയ കർത്താവ് അതിന്റെ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് വിടുതല. സ്തോത്രമല്ല. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രമല്ല, നമുക്ക് രോഗസൗഖ്യം തരാൻ ഹല്ലേലൂയ സ്തോത്രം അത്യുന്നതനായ ദൈവത്തിന് ഹല്ലേലൂയ ഒരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ. അത്ര നിസാരമായിട്ട് കർത്താവ് ഇതെടുത്ത് മാറ്റിക്കളയും. സ്തോത്രം. ഒരു ഒറ്റ കാര്യം മാത്രം മതി, വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് ലാസറിന്റെ സഹോദരിമാരോട് കർത്താവ് പറയുക, സഹോദരൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. യാതൊരു സാധ്യതയുമില്ല. മരിച്ചിട്ട് 4 നാളായി നാറ്റം വെച്ച് ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു ഡെഡ് ബോഡി ആ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുക. സ്തോത്രമല്ല. കർത്താവ് അതിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ കർത്താവ് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതും ഹല്ലേലൂയ ഉറക്കെ ഹല്ലേലൂയ വിളിക്കുന്നു, ലാസറേ പുറത്തു വരിക എന്ന്. ഹല്ലേലൂയ മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നത് നമുക്കറിയാം. സ്തോത്രമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എങ്കിലും ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അവൻ നമ്മുടെ ഹല്ലേലൂയ വ്യാധികളെ ബലഹീനതകളെ എടുത്തു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. യെശയ്യാ പ്രവാചകൻ ഇവിടെ പറയുമ്പോൾ ഇതിനകത്ത് അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. സ്തോത്രമില്ല. എന്താണ് ന്യായപ്രമാണത്തിന്റെ ബലഹീനത? ന്യായപ്രമാണത്തിന്റെ ബലഹീനത 49-ാം സങ്കീർത്തനം നമ്മൾ എടുക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ്. 49-ാം സങ്കീർത്തനം വേദപുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അതില് 7, 8 വാക്യങ്ങളൊക്കെ ഹല്ലേലൂയ സ്തോത്രം 9, 10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയത്തില്ല. സ്തോത്രമല്ല. അവൻ തുടർന്ന് വായിക്കുന്നു, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഒരു നാളും സാധിക്കത്തില്ല. സ്തോത്രമല്ല. ഇതാണ് ന്യായപ്രമാണത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം ചെയ്താലും സ്തോത്രം. ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ന്യായപ്രമാണത്തിൽ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ ഇതാണ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഏറ്റവും വലിയ മനുഷ്യന്റെ ബലഹീനത. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ബലഹീനതകളിലെ ഏറ്റവും കാതലായ വിഷയം അതാണ്. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. ആമേൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ആമേൻ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം പ്രസന്റ് സിറ്റുവേഷൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത് മാറ്റുവാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ പാപം എന്ന് പറഞ്ഞ് ആമേൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാപത്തിന് അടിമകളായവരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണമായും വിടുവിക്കണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതിന് ഹല്ലേലൂയ കർത്താവിന് ഹല്ലേലൂയ വീണ്ടെടുപ്പ് വില കൊടുത്തേ മതിയാകത്തുള്ളൂ. സ്തോത്രമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സ്തോത്രമില്ല. അപ്പൊ പാപത്തിൽ നിന്നും ഒരു പൂർണ്ണമായ വിടുതൽ, ഒരു പൂർണ്ണമായ ഒരു പരിഹാരം ആമേൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ലഭിക്കണമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ബാക്കിയെല്ലാം കർത്താവിന് ആമേൻ ഹല്ലേലൂയ ഒറ്റ വാക്കുകൊണ്ട് അല്ലെങ്കിൽ കൽപ്പിച്ചാൽ മതി. കർത്താവ് ഒന്ന് നോക്കിയാൽ മതി, കർത്താവ് ഒന്ന് തൊട്ടാൽ മതി. അല്ലെങ്കിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തുമ്പിലൊന്ന് നാം തൊട്ടാൽ ആമേൻ ഹല്ലേലൂയ സകല വിഷയം എത്ര വർഷമായിക്കോട്ടെ, ഏതെല്ലാം വിഷയമായിക്കോട്ടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എത്ര പഴക്കമുള്ള ആമേൻ ഹല്ലേലൂയ ചീഞ്ഞ ഹല്ലേലൂയ അവസ്ഥയിലായിരിക്കും ഇനി ഒരു നാളും രക്ഷയില്ല എന്ന് പറയുന്നതായ ആമേൻ ഹല്ലേലൂയ രോഗത്തിൽ നിന്നും ആമേൻ ഹല്ലേലൂയ മറ്റു വിഷയങ്ങളിൽ നിന്നെല്ലാം ആമേൻ കടബാധ്യതകളായിക്കോട്ടെ ആമേൻ അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ ഏത് ഞെരുക്കവും ആയിക്കൊള്ളട്ടെ ഹല്ലേലൂയ ഭാരമായിക്കൊള്ളട്ടെ സ്തോത്രം ഹല്ലേലൂയ എന്തുമായിക്കൊള്ളട്ടെ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി നമ്മളെ വിടുവിപ്പാൻ ആമേൻ കർത്താവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രമല്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി മതിയാകത്തുള്ളായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആമേൻ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ചില വചനഭാഗങ്ങൾ നമുക്ക് അങ്ങനെ ഒന്ന് ധ്യാനിച്ച് മുമ്പോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം
23-ാം അധ്യായം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹല്ലേലൂയ 3 ക്രൂശ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3 ക്രൂശ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് അല്ലെ ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ. സ്തോത്രം. 3 കുരിശ് നമുക്ക് കാണാൻ പറ്റും. 3 ക്രൂശ് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ ഏതെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്തിട്ടല്ല നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യാധികൾ, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ശാപങ്ങൾ, നമ്മുടെ ശിക്ഷാവിധികൾ, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നമ്മുടെ പാവങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പാവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ കാഠിന്യ നിമിത്തമാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമാകുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ഒപ്പം അപ്പുറവും ഇപ്പുറവും 2 കള്ളന്മാരെ കൂടെ തൂക്കിയെന്ന് നമുക്കവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു എന്നുള്ളതായ യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ചുറ്റും അപ്പുറവും ഇപ്പുറവും 2 അതിക്രമക്കാർ കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവർ 2 പേരും ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ നിന്ദിച്ചത് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അറിയാൻ പറ്റും. സ്തോത്രം. 2 പേരും നിന്ദിച്ചതാ. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുകയാണ്, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മറ്റവനോ അവനെ ശാസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം അല്ലാതെ തന്നെ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 27:44 കാണാൻ പറ്റും. അവർ 2 പേരും കർത്താവിനെ നിന്ദിച്ചതായിട്ട് അവിടെ കാണാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ 2 പേരും കർത്താവിനെ നിന്ദിച്ചു. എന്നാൽ ഒരുത്തൻ ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും അവൻ ഹല്ലേലൂയ ഒരു മടങ്ങി വരവ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. നമ്മള് കൂടുതൽ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ധ്യാനിക്കാൻ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ. ഈ ക്രൂശിന്റെ 2 വശത്തും 2 കള്ളന്മാര് തൂങ്ങിക്കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്രൂശുമായിട്ട് ഇവരുടെ ദൂരം സമദൂരമാ. സ്തോത്രം. ഹല്ലേലൂയ. വലിയ അകലമൊന്നുമില്ല. സ്തോത്രം. ഒരാളെ അടുത്ത് ഒരാളെ ദൂരത്തുമല്ല. ഇവർ പറയുന്നത് തമ്മിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്ന അകലം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവർ 2 പേരും കള്ളന്മാരാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം 2 പേരും ഒരേ അകലത്തിലാ. കർത്താവിന്റെ ക്രൂശുമായിട്ട് ഒരേ അകലത്തിലാ കിടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 2 പേരും കാണുന്ന ക്രൂശിലെ കാഴ്ചകൾ ഒന്ന് തന്നെയാ. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ക്രൂശിലെ നിലവിളി കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവർ കേൾക്കുന്നതും ഒന്ന് തന്നെയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യത്യാസവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 പേരും കർത്താവിനെ ദുഷിച്ചു പറഞ്ഞവരുമാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അതിൽ ഒരുവൻ ഹല്ലേലൂയ പിന്നത്തേതിൽ മനം തിരിയുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമകൾ നമ്മൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. 10 കന്യകമാര് 10 പേരും ഹല്ലേലൂയ കന്യകമാര് അവർ മണവാളന് വേണ്ടി
ആമേ കാത്തിരുന്നവരാ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഒരുങ്ങിയിരുന്നവരാ. ആമേൻ സ്തോത്രമല്ലേ. അപ്പോൾ തന്നെ അവരുടെ 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു. അവർ 10 പേര് കാത്തിരുന്നു. 10 പേർക്കും മയക്കം പിടിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ മണവാളൻ വരുന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 10 പേരും ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. എല്ലാം ഒരേപോലെ. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം ഹല്ലേലൂയ. ഈ 10 പേരിൽ 5 പേര് അല്ലയോ 5 പേർക്ക് മാത്രമേ അവരുടെ വിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. 5 പേരുടെ വിളക്ക് കെട്ടുപോയി. സ്തോത്രം ഹല്ലേലൂയ. അതിന് കാരണം ആമേൻ സ്തോത്രം അവരുടെ കയ്യിൽ അവര് ഹല്ലേലൂയ വേണ്ടുന്നതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ നമ്മളൊക്കെ ദൈവമക്കളാണ്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം ഫോളോ ചെയ്യുന്നവരാണ്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വലിയ ഹല്ലേലൂയ പാഠം അതിനകത്തുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ നമ്മൾ കേവലം ഹല്ലേലൂയ ഏതെങ്കിലുമൊക്കെ ആയ അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ മാത്രം ഹല്ലേലൂയ സ്തോത്രം ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോകാൻ ഇടയായി തീരരുത്. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവനെ സൗഖ്യമാക്കുവാൻ കഴിയാത്തതായ ഒരു രോഗവുമില്ല. ആമേൻ അവന് വിടിവിപ്പാൻ കഴിയാത്തതായ ഒരു പ്രശ്നങ്ങളുമില്ല. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീക്കാതെ കർത്താവ് തൽക്കാലത്തേക്ക് അത് ഹല്ലേലൂയ ആമേൻ തടഞ്ഞിരിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതെന്റെ നന്മയ്ക്കാണ് നമ്മൾ വിചാരിച്ചു കൊള്ളണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഡനായിട്ട് ഹല്ലേലൂയ മറുപടി കിട്ടിയെന്ന് വരും. ചില വിഷയങ്ങൾക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെന്ന് വരും. കുറച്ച് താമസിച്ചായിരിക്കും കിട്ടുന്നത്. ചില വിഷയങ്ങൾക്ക് ഉടനെ ഹല്ലേലൂയ താമസിച്ച് ഒന്നും മറുപടി കിട്ടത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം പൗലോസ് തന്നെ പറയുന്നുണ്ട് അനേക രോഗികളെ സൗഖ്യമാക്കിയ പൗലോസ് പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ആമേൻ ഹല്ലേലൂയ. തന്റെ ശരീരത്ത് ഒരു മുള്ളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഒരു രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞ് എന്റെ കൃപ നിനക്ക് മതിയെന്ന്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചില വിഷയങ്ങളൊന്നും മാറാതെ നിൽക്കുന്നെങ്കിൽ അതൊക്കെ ഹല്ലേലൂയ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, കർത്താവിന് സൗഖ്യമാക്കുവാൻ ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും സൗഖ്യമാക്കാൻ കഴിയാത്തത് കൊണ്ട് ആയിരിക്കാം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ചിലത് നമ്മുടെ നീതീകരണത്തിനും നമ്മുടെ ഗുണീകരണത്തിനും നമ്മുടെ ശക്തീകരണത്തിനും ആമേൻ ഹല്ലേലൂയ നമ്മളെ സ്തോത്രം നമ്മളെ വീഴ്ചയ്ക്ക് സംഗതി വരാതെ അക്കരെ നാട്ടിൽ എത്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ കർത്താവ് അറിഞ്ഞു തന്നത് ചിലതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അതൊക്കെ ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. ദൈവം എല്ലാം അറിയുന്നു. ആമേൻ സ്തോത്രം. നമുക്ക് ചുമക്കാൻ വയ്യാത്ത ഭാരങ്ങളൊന്നും നമ്മുടെ തലയിൽ നമ്മുടെ അപ്പൻ കെട്ടിവെക്കത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആമേൻ ദോഷികളായ നമ്മൾ ആമേൻ അങ്ങനെ പറയാം ദോഷികളായ നമ്മൾ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ ആമേൻ അവർക്ക് എടുക്കാൻ വയ്യാത്ത ഏതെങ്കിലും ഭാരം ചുമക്കാൻ കൊടുക്കുമോ? സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം ദൈവമക്കളെ ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് എത്ര അധികമായി നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് എടുക്കാൻ വയ്യാത്തതായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ തരത്തില്ല. എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ തക്ക സമയമാകുമ്പോൾ ഒരു വിടുതലിന്മേൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ കർത്താവേ ഹല്ലേലൂയ അല്പം താമസിക്കുന്നെങ്കിൽ പിറുപിറുക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ കർത്താവിന് സ്തോത്രം പറഞ്ഞു കൊള്ളണം. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ പിറുപിറുക്കുന്നവരായി ഒരിക്കലും ഹല്ലേലൂയ നീങ്ങരുത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ ഏറി വരുമ്പോൾ നമുക്ക് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അവലാദികളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ സഹിക്കാൻ പറ്റാത്തതായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആമേൻ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നാൽ ഉടൻ തന്നെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിരപ്പ് പ്രാപിച്ചു കൊള്ളണം. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ മറ്റ് ഹല്ലേലൂയ 1-2 വചനഭാഗങ്ങളൂടെ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. റോമർക്കുള്ള ലേഖനത്തിലെ അതിന്റെ 8:3 ഇങ്ങനെ പറയുന്നത്. സ്തോത്രം. റോമർ 8:3 പ്രൈസ് ഹല്ലേലൂയ. 8:3 ഇങ്ങനെ പറയുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ആമേൻ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ആമേൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നു ആമേൻ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ. ആമേൻ സ്തോത്രം. അപ്പം ന്യായപ്രമാണത്തിന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതാണ് നമ്മൾ പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. എബ്രായർക്കുള്ള ലേഖനം 10-ാം അധ്യായം എടുത്ത് എബ്രായർ 10 നമ്മള് ഹല്ലേലൂയ സ്തോത്രം അവിടെ ഒരു വാക്യം കാണുന്നുണ്ട്. സ്തോത്രം. എബ്രായർ 10 സ്തോത്രം
11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാവങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഭൂമിയിലോ ഹല്ലേലൂയ ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചു പാവങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ സ്തോത്രമല്ലേ, ബലഹീന മനുഷ്യർ കൂടെ കൂടെ യാഗങ്ങൾ കഴിച്ചു, കൂടെ കൂടെ വഴിപാട് നടത്തി, കൂടെ കൂടെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല, പാവങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്തതായ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുക. സ്തോത്രം. എന്നാൽ ക്രിസ്തുവോ ഹല്ലേലൂയ എന്നേക്കുമുള്ള ഏകയാഗത്താൽ സകലർക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചതുപോലെ യശയ്യാപ്രവാചകനിൽ നമ്മൾ കണ്ടതുപോലെ ഹല്ലേലൂയ അവൻ നമ്മുടെ സ്തോത്രം വലിയ വ്യാധികളെ സ്തോത്രം ചുമന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു. സ്തോത്രം. ഹല്ലേലൂയ. വ്യാധികളെ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നുവെന്ന് യശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. സ്തോത്രമില്ല. അപ്പൊ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വ്യാധികൾ സ്തോത്രമില്ല, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ ഹല്ലേലൂയ സ്തോത്രം, ഏത് വിഷയമായിക്കോട്ടെ അതെല്ലാം കർത്താവിൽ ഹല്ലേലൂയ പൂർണ്ണമാണ്. സ്തോത്രമില്ല. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ പാടിയതുപോലെ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ ഇത്ര സൗഭാഗ്യം ഇച്ഛിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഒന്നിനും തന്റെ ഇടം വിട്ടിട്ട് മറ്റ് ഒരിടത്തേക്കും ഓടേണ്ട ആവശ്യമില്ല. സകലത്തിനും സൽഗുണ പൂർത്തി വരുത്തിയവരാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ വ്യാധികളെ എടുത്തെങ്കിൽ, നമ്മുടെ ബലഹീനതകളെ ചുമന്നെങ്കിൽ അവൻ ചുമന്നത് തന്നെയാ. സ്തോത്രം ഹല്ലേലൂയ. പകുതി ഇവിടെ വെച്ചു പോയിട്ടില്ല. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണമായി നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പാട്ടിന്റെ ഹല്ലേലൂയ ഒരു ശീലം ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. കൽവരിയിൽ കാണും സ്നേഹമത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാൽ. കൽവരിയിൽ കാണും സ്നേഹമത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാൽ. പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പാവനാനിണം ചൊരിഞ്ഞ ക്രൂശിൻ സ്നേഹമേ. പാവത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പാവനാനിണം ചൊരിഞ്ഞ ക്രൂശിൻ സ്നേഹമേ. എൻ മനം പുതുക്കി നീ അതുല്യ സ്നേഹമേ, മാറ്റമില്ല ദൈവ സ്നേഹം എത്ര അത്ഭുതം. എൻ മനം പുതുക്കി നീ അതുല്യ സ്നേഹമേ, മാറ്റമില്ല ദൈവ സ്നേഹം എത്ര അത്ഭുതം. കൽവരിയിൽ കാണും സ്നേഹമത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാൽ. കൽവരിയിൽ കാണും സ്നേഹമത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാൽ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായിട്ട് കർത്താവ് പാസ്റ്റർ ബെൻസ് ഡാനിയൽ അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ ആ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കുവാൻ, ഇന്നും വ്യാധികളെ സൗഖ്യമാക്കുവാൻ
രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ആരെല്ലാം ചെന്നിട്ടുണ്ടോ അവരെ ആരും ദൈവം നിരാശനായി വിട്ടിട്ടില്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കേൾപ്പിക്കപ്പെട്ട ദൈവീയ ദൂതിന് മുമ്പിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്. നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചാട്. അഡ്മിഷന് വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അയക്കുവാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിച്ചാട്. ഒരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ ഈ ഫാമിലിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നാം ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ പേടി തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആസ്വാദോടെ സെഷനുടെ അവസാനം. Praise the Lord. Hallelujah. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ നല്ല പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. തിരുച്ചിലേക്ക് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഈ പ്രഭാത സമയം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കിടന്നുറങ്ങി കർത്താവ് നല്ല പ്രഭാതങ്ങൾ ഉണരുവാൻ ഇവിടെയാക്കി. ദാവീദ് പറഞ്ഞ പോലെ ഞാൻ ഉണരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ട് തൃപ്തിപ്രായിപ്പാൻ ഞങ്ങളെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നീ താങ്ങി കരങ്ങളിൽ പരിപാലിച്ച് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്തതിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ രാത്രികാലം ഉറങ്ങി നല്ല പ്രഭാതം കണ്ട് ഉണർന്നു. എത്രയോ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ഇത് ലഭിച്ചില്ലല്ലോ. അവരൊക്കെ ഈ ദുഃഖത്തിനും വേദനയിലും കർത്താവെ ഹോസ്പിറ്റലിലൊക്കെ അവർ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എത്രത്തോളം പേർക്ക് കർത്താവെ സംബന്ധിപ്പാൻ സ്വർഗം ഇടയാക്കിയല്ലോ. അതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഈ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈസൻസിന് വേണ്ടി കർത്താവെ ഭാരപ്പെടുന്നതായ ഇന്ന് ടെസ്റ്റിനെ കടന്നു പോകുന്ന കർത്താവ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ കർത്താവെ സ്തോത്രം തലവനെ പ്രയാസാൽ ഭാരപ്പെടുന്ന ഷൈൻസിസ്റ്റ് പറഞ്ഞ വിഷയം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ പ്രഭാതത്തിൽ പറഞ്ഞ വിഷയങ്ങൾ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും തമ്മിൽ ഞങ്ങൾ ഭാരങ്ങളെ ചുമക്കുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു അവസരം തരുന്നില്ല. ലോകത്തെ വിവിധ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കർത്താവ് സ്തോത്രം അവിടെ നിന്നെല്ലാം ഇരുന്ന് ഒന്നിച്ച് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ഇങ്ങനെ തരുന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിലായി നിന്റെ ദാസനോട് കേൾപ്പിച്ചതായ കർത്താവെ നല്ല വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവൻ നമ്മുടെ കർത്താവെ ബലഹീനതകളെ എടുത്തു. കർത്താവെ സ്തോത്രം. അല്ലോ ഞങ്ങൾക്ക് വഹിക്കാൻ വയ്യാത്തത് എൻ്റെ കർത്താവ് എടുക്കുന്നതയോ നിന്റെ ഭാരം എന്നെ മേലോട്ട് കൊള്ളുക. ഞാൻ നിന്നെ പുലർത്താൻ നീതിമാൻ കുലുങ്ങി പോവാൻ ഒരു നാൾ സമ്മതിക്കാത്തവനായ ദൈവം കർത്താവെ ഞങ്ങളുടെ ബലഹീനങ്ങളെ നീ ചുമന്നല്ലോ. അതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു, ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു. ഹല്ലേലൂയ. ഞങ്ങൾ ശക്തരല്ലായിരുന്നു, ഞങ്ങളെ ശക്തന്മാരാക്കി തീർത്തു. കർത്താവെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ക്രൂശ് കർത്താവെ ഞങ്ങളുടെ ബലഹീനങ്ങളെ ചുമന്നു. ഐക്യ പുരോഹിതന്മാർക്ക് ചെയ്യുവാൻ കഴിയാത്തത് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. മഹാപുരോഹിതനായ കർത്താവ് ഹല്ലേലൂയ കൂടെ അർപ്പിക്കുന്ന യാഗങ്ങൾ ഹല്ലേലൂയ കർത്താവെ പലപ്പോഴും മനുഷ്യനെ ബലഹീനങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിത്യയാഗത്താൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പൂർത്തീകരണം വരുത്തിയ നല്ല കർത്താവിനെ കുറിച്ച് കേൾപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. നല്ല വചനത്തിനായി നിരാസനെ ബലപ്പെടുത്തനായി സ്തോത്രം. മനോഹര പാടുകൾ പാടുകയാക്കിയ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരദാസ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവെ ഹല്ലേലൂയ ദേശത്ത് വ്യാപിപ്പാൻ, ലോകത്ത് വ്യാപിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വീണ്ടും കർത്താവെ അയത്താത്ത രാജ്യങ്ങളിലേക്ക് അത് ചെല്ലുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശനെ നീ ബലപ്പെടുത്തണമേ. രാശിയെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഗ്രൂപ്പുള്ള സകല പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഞങ്ങളെ ഇന്ന് പ്രഭാത സമയം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനങ്ങളെ ചുമന്നുകൊണ്ട് കാലുവരി ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അവസാനത്തുള്ള രക്തം ഞങ്ങളെ ബലവാന്മാരാക്കി തീർത്ത നല്ല കർത്താവിനായി സ്തോത്രം. നിന്റെ പ്രത്യാശ്ചര്യങ്ങളായിരിക്കാൻ ഇടയാക്കട്ടെ. നിന്റെ വരവിനായി ഒരുങ്ങിയായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മ സഹവാസവും നമ്മുടെ നാമത്തിൽ പ്രാർത്ഥിച്ച സകല വിഷയത്തിലും കർത്താൻ വരോളം കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Praise the Lord.